വയസ്സായ തള്ള പറഞ്ഞിട്ട് മുഖൊക്കെ മൂടി വന്നിട്ട് എന്റെ കൂടെയുള്ള കുട്ടീന്റെ കയ്യില് പൈസ കൊടുത്തിട്ട് കൊച്ചിന്റെ കയ്യിൽ പിടിപ്പിക്കാൻ പൈസ ലുലുമാളില്. ചങ്ങയന്മാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ നാട്ടിലെ സമാധാനം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒരു സംഗിണി കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെ തകർക്കുവാൻ നോക്കിയിട്ടാണ് ഈ സംഗിണി ഇറങ്ങിയിട്ടുള്ളത്. ഈ സംഗിണി നിലവിൽ ഇപ്പൊ സമാധാനം കെടുത്ത് ഇറങ്ങിയിട്ടുള്ളത് ലുലു മാളിന്റെ ഭാഗത്താണ്. ഇന്നലെ തൊട്ട് സംഘപരിവാര ഹാനിനുള്ളിൽ വൻതോതിൽ ഈ സംഗിണിയുടെ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഈ സംഗിണി ആ വീഡിയോയിൽ തള്ളുന്നത് എനിക്ക് ലുലു മാളിൽ വെച്ചിട്ട് വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടെന്നാണ് 1.25 മിനിറ്റ് വീഡിയോയിൽ ഈ സംഗിണി കടന്ന് തള്ളുന്നത്. ഈ സംഗിണി ആ വീഡിയോ പറഞ്ഞത് കേട്ടുകഴിഞ്ഞാല് വിവരമുള്ള എല്ലാവർക്കും മനസ്സിലാവും വെറും പച്ചക്കള്ളാന്ന സംഗിണി പറയുന്നതെന്ന്. വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പടച്ചുവിടുന്ന പച്ചക്കള്ളങ്ങള്. നമുക്കെന്തായാലും ആ സംഗിണി പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കേട്ടിട്ട് വന്നാലോ? വാ. ഹലോ, ഞാനിപ്പം ലുലുമാളിലാണുള്ളത്. എനിക്കൊരു കാര്യം എല്ലാരോടും കൂടി പറയാനുണ്ട്. ഇതിപ്പോ 2ാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ മദ്രസയിൽ പോണ 2 കുട്ടികള് തൊപ്പി വെച്ച പിള്ളേര്, മദ്രസ എന്ന് ഞാൻ പറയാതാണ് കാര്യം, ആ മുസ്ലിം വേഷത്തെ 2 കുട്ടികള് എന്നെ കണ്ട് കൊഞ്ഞനം കുത്തി കേട്ടോ, റോട്ടിൽ വെച്ച് കൊഞ്ഞനം കുത്തി കാണിക്കും. അത് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. കുട്ടികളല്ലേ, മദ്രസ പൊട്ടന്മാരായിട്ട് വളരാനുള്ള കുട്ടികളാണ് സമ്മതിച്ചു. പക്ഷേ ഇന്നൊരു വയസ്സായ തള്ള പറഞ്ഞിട്ട് മുഖൊക്കെ മൂടി വന്നിട്ട് എന്റെ കൂടെയുള്ള കുട്ടീന്റെ കയ്യില് പൈസ കൊടുത്തിട്ട് കൊച്ചിന്റെ കയ്യിൽ പിടിപ്പിക്കാൻ പൈസ ലുലുമാളില്. ഈ സംഗിണി തള്ള ഈ പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇത് എങ്ങോട്ടാ കൊണ്ടുപോകും നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ല. ആദ്യം തന്നെ ഈ സംഗിണി പറഞ്ഞ് മുഖം മറച്ച ഒരു സ്ത്രീയാണ് വന്നിട്ട് ആ കുട്ടിക്ക് പൈസ കൊടുത്തതെന്ന്. ആ സ്ത്രീ വയസ്സായ തള്ളയാണെന്ന് ഇവർക്ക് എങ്ങനെയാ മനസ്സിലാവുക? ഒന്നും പോട്ടെ, അവരെയൊക്കെ തള്ളാന്ന് വിളിക്കണമെങ്കിൽ ഈ സ്ത്രീന നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഈ മേക്കപ്പ് ഇട്ടിട്ട് മുടിയും ജമിപ്പിച്ച് നടക്കുന്ന ഈ സ്ത്രീന എന്താ വിളിക്കുക? അതൊക്കെ പോട്ടെ, നിങ്ങൾ പറഞ്ഞ ആ സ്ത്രീ നിങ്ങളെ കൂടെയുള്ള കുട്ടിക്ക് കാശ് കൊടുത്തെന്ന്. അപ്പം തന്നെ നിങ്ങൾക്ക് ആ സ്ത്രീയോട് ചോദിച്ചൂടെ നിങ്ങൾ എന്തിനാണ് ആ കുട്ടിക്ക് കാശ് കൊടുത്തതെന്ന്? ഇങ്ങനെ ലുലു മാളിൽ കാണുന്ന കുട്ടികൾക്ക് കാശ് കൊടുക്കാൻ വേണ്ടി മുസ്ലിം സ്ത്രീക്ക് എന്നാ വേറെ പണിയൊന്നുമില്ല എന്നെ സംഗിണി ചേച്ചിയെ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആ സ്ത്രീ നിങ്ങളെ കൂടെയുള്ള കുട്ടിക്ക് കാശ് കൊടുത്തിട്ട് ആ കുട്ടീനെ മുസ്ലിമാക്കാൻ ആ സ്ത്രീ ശ്രമിച്ചു എന്നാണോ? എനിക്ക് ലുലു മാളിലെ ടീമിനോട് എന്താ പറയാനുള്ള വെച്ചാൽ അവിടെ ഈ സ്ത്രീ വന്നതിന് ശേഷം ഈ സ്ത്രീ പോകുന്ന വഴിയിലൊക്കെയുള്ള CCTV അല്ലേ, അത് മൊത്തം പുറത്തു വേണം. എന്നിട്ട് ഈ സ്ത്രീക്കെതിരെ കേസ് എടുക്കണം. നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീക്കെതിരെ കേസ് എടുക്കണം. ഈ സംഗിണി സ്ത്രീ ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞ് കുറച്ച് മദ്രസ കുട്ടികൾ എന്നുള്ള വാക്കല്ല ഈ സ്ത്രീ ഉപയോഗിച്ചത്. ഈ സ്ത്രീ ആ വാക്ക് ഉപയോഗിക്കുന്ന തന്നെ എത്രമാത്രം വർഗീയത ഈ സ്ത്രീയുടെ മനസ്സിലുണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ മദ്രസ കുട്ടികള് ഇവരെ നോക്കി കൊഞ്ഞനം കുത്തിന്നാണ് ഈ സ്ത്രീ പറഞ്ഞേ. ഒന്നാലോചിക്കട്ടെ, ഈ സ്ത്രീനെ നോക്കിയിട്ട് കുറച്ച് കുട്ടികൾ കൊഞ്ഞനം കുത്തി പോലും. എമ്മാതിരി തള്ളും പച്ചക്കള്ളാണ് ഇവര് പറഞ്ഞു വിടുന്നത്. തീർന്നിട്ടില്ല ഈ സംഗിണി തള്ളിയുടെ ബാക്കി കുറച്ചുകൂടി വർഗീയതുണ്ട്. അതും കൂടി നമുക്ക് കേട്ടിട്ട് വരാം. വാ. ഇതെന്താ ഞങ്ങൾ ഓടിച്ചെന്നു ഈ കള്ള എന്താ ഈ ചെയ്തതെന്ന് കാണിക്കാൻ നോക്കാൻ വേണ്ടി ചെന്നപ്പോ കള്ളെ കാണാനില്ല. കാരണം പറഞ്ഞിട്ട കുറെ എണ്ണം അവിടെ ഉണ്ട്. ഏത് ഭൂതാന്ന് വിചാരിച്ചിട്ടാ പിടിക്കണത്? ഇമ്മാതിരിയൊക്കെ കാണിക്കുമ്പോഴേ പബ്ലിക്കിന്ന് ഈ വേഷം മാറ്റുക, അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ. പബ്ലിക്കിൽ ഈ വേഷം വേണ്ട, ഞങ്ങൾക്ക് പേടിയുണ്ട്. മനസ്സിലായോ? ഓരോ വേഷം കൊണ്ട് നടക്കണേ. എന്റെ സംഗിണി സ്ത്രീയെ, ഈ വീഡിയോ ഇറങ്ങിയ ശേഷം ഉണ്ടല്ല, ഈ വീഡിയോ ഏകദേശം കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇനി നിങ്ങളെ കണ്ടുകഴിഞ്ഞിട്ടില്ല പേടിയോടെ ഭയത്തോടു കൂടി മാത്രമേ നോക്കൂ. കാരണം നാട്ടിൽ ഒരു കുഴപ്പമുണ്ടാക്കാൻ നോക്കുന്ന നിങ്ങളുണ്ടല്ല, ഇനി ഒരു കടക്കാരനായാലും ശരി ഒരു ഓട്ടോക്കാരനായാലും ശരി ധൈര്യത്തോടെ അതിൽ കയറ്റൂല. കാരണം നിങ്ങൾ ആ കടയിൽ നിന്നോ അല്ലെങ്കിൽ ആ വാഹനത്തിൽ നിന്നോ ഇറങ്ങിയിട്ട് അവർക്കെതിരെയായിരിക്കും വീഡിയോ ചെയ്യുക. ആ ഒരു ഭയം കൊണ്ട് അവരൊന്നും നിങ്ങളുണ്ടല്ല അടുപ്പിക്കാൻ നിൽക്കൂല സംഗിണി സ്ത്രീയെ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഈ 1.25 മിനിറ്റ് വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നല്ലൊരു തിരക്കഥാ സംഭാഷണം കൊണ്ട് തന്നെയാണെന്ന്. കൃത്യമായി തയ്യാറാക്കിയ തിരക്കഥാ സംഭാഷണമാണെന്ന് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. ഈ തിരക്കഥയിലൂടെ നിങ്ങളുടെ ലക്ഷ്യമുണ്ടല്ല മദ്രസ കുട്ടികളെയും മുസ്ലിം സ്ത്രീകളെയും അപമാനിക്കുക എന്നുള്ളത് മാത്രമാണ്. ആ തിരക്കഥയുടെ പിന്നിൽ നിങ്ങളുടെ കൂടെ ആരൊക്കെയാണെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒന്നാമത് നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ ഉണ്ടായ കുട്ടിക്ക് ഒരു സ്ത്രീ കാശ് കൊടുത്തുന്നാണ്. എന്നിട്ട് ആ സ്ത്രീയോട് നിങ്ങൾക്ക് എന്തിനാണ് കാശ് കൊടുത്തത് ചോദിക്കാനുള്ള സമയം പോലും കിട്ടിയില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ പച്ചക്കള്ളം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കുട്ടീനെ തന്നെ കാണുന്നില്ല. നിങ്ങളെ കൂടെ കുട്ടീനെ അയക്കാൻ നിങ്ങളെ വീട്ടുകാർ പോലും തയ്യാറല്ലാന്ന് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങളെ വീട്ടുകാർ തന്നെ എത്രമാത്രം ഭയപ്പെടുന്നുണ്ടെന്നാണ്. പിന്നെ നിങ്ങൾ വീഡിയോയിൽ പർദ്ദ നിരോധിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ല നിങ്ങളെ വീട്ടുകാർക്കായാലും ശരി നിങ്ങളെ നാട്ടുകാർക്കായാലും ശരി കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം മനസ്സുകൊണ്ട് അധപ്പതിച്ച സ്ത്രീയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നുണ്ടല്ല ഇവരെ വീട്ടുകാരും ഇവരെ നാട്ടുകാരും ഇവരെ എങ്ങനെയായിരിക്കും സഹിക്കുന്നുണ്ടാവുക?
അതുകൊണ്ട് എനിക്ക് യൂസഫ് അലി സാറിനോടും ലുലു മാളിന്റെ ആൾക്കാരോടും ഒറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഈ സ്ത്രീ ലുലു മാളിൽ വന്നിട്ടുണ്ടെങ്കിൽ വന്നതിന് ശേഷമുള്ള എല്ലാ CCTV വീഡിയോ പുറത്തുവിടുക. എന്നിട്ട് ഈ സ്ത്രീക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇനി ഇതുപോലെ മനസ്സിൽ വൃത്തികേട് കൊണ്ട് നടക്കുന്ന ഒരാളും പുറത്തിറങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗീയതയോ ഒരു വർഗീയത ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ വൃത്തികേട് പറഞ്ഞ ഈ സ്ത്രീക്ക് തക്കതായ ശിക്ഷ തന്നെ. ഒരു കാരണവശാലും ഈ സ്ത്രീയോട് യാതൊരു സാധാവും കാണിക്കണ്ട. കാരണം അത്രമാത്രം വൃത്തികെട്ട വാക്കുകളാണ് ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തക്കതായ ശിക്ഷ തന്നെ ഈ സ്ത്രീക്ക് വാങ്ങിക്കൊടുക്കണം. അതുകൊണ്ട് സംഘപരിവാറിന്റെ ഇതുപോലെ വൃത്തികെട്ട പരിപാടിയുമായിട്ട് കുത്തിത്തിരിപ്പായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങുന്നുണ്ട്. ഇതുപോലുള്ളവരെ ഇനി ഒരു സ്ഥലത്തും കയറ്റാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരേ ഒരു മാർഗം. ഈ നാട്ടിൽ 24 മണിക്കൂർ അധ്വാനിച്ചിട്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന പാവങ്ങളുടെ മനസ്സിലേക്ക് വർഗീയതയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നടക്കുന്ന ഇവരെയൊക്കെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തിട്ട് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.